ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാപ്ഷൻ കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ വിഷുവിന് ഗുരുവായൂർ വന്നതാണേ. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് ഇത് വിഷുവിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് റെഡിയായി ഞങ്ങൾ അമ്പലത്തിലോട്ട് തൊഴാനായിട്ട് പോവാം. ഇത് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലാണ് കേട്ടോ. KTDCയുടെ ആഹാർ എന്ന് പറയുന്നൊരു ഹോട്ടലാണ്. ഹോട്ടൽ ആഹാറിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഞങ്ങൾ രാവിലെ തന്നെ അവിടെ നിന്ന് കുളിച്ച് അമ്പലത്തിലെത്തി. പൂവൊക്കെ വാങ്ങിച്ച് ചെല്ലുമ്പോൾ തന്നെ നമ്മളിങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കച്ചവടക്കാരോട് ഇരിപ്പുണ്ടാവും. കുറച്ച് മേടിച്ചു. കാരണം അധികം പൂവൊന്നും വെക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് പേരിന് അമ്പലത്തിലൊക്കെ ഒരു വരുമ്പോൾ അതിൻ്റെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ജസ്റ്റ് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് അങ്ങനെ വെച്ച് ഞങ്ങൾ തൊഴാനായിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഭയങ്കര ക്യൂ ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്. കാരണം വിഷു നെക്സ്റ്റ് ഡേ ഒക്കെ ഇല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പം ക്യൂ ഒക്കെ നിൽക്കണ്ടേന്ന് വിചാരിച്ച് എനർജിക്ക് വേണ്ടിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടാണ് കയറിയത്. പോണ വഴി കുളം കണ്ടപ്പോഴത്തേനും അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും നടന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഒരു തിരക്കുമില്ലായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്ക് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ വിഷുവിൻ്റെ അന്നും തിരക്കില്ലായിരുന്നു, നെക്സ്റ്റ് ഡേയും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങൾക്ക് തൊഴാനൊന്നും ബുദ്ധിമുട്ട് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് അതിനുശേഷം ഞങ്ങൾ ചുമ്മാ ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ നടന്ന് കാണുവാണ്. പിന്നെ എന്താ പറയുക, ഈ പ്രാവശ്യം പോയപ്പോഴത്തേന് 2 പ്രാവശ്യവും തൊഴാൻ പറ്റിയത്. വിഷുവിൻ്റെ അന്നും തൊഴുതു, പിറ്റേ ദിവസവും തൊഴുതു. പിന്നെ ഞങ്ങളിനി അവിടെ ഒന്ന് ജസ്റ്റ് അവിടുത്തെ കാഴ്ചകളൊക്കെ, കാരണം ഇന്നലെ പ്രോഗ്രാമിന് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ടൊന്നുമില്ല, അത് ടയേർഡായിട്ടാണ് തിരിച്ചു കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കിഴക്കേ നിഴയിൽ വന്ന് നിന്ന്. അപ്പോൾ അവിടെ നമ്മുടെ കല്യാണങ്ങളൊക്കെ നടക്കുന്ന മണ്ഡപം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. അത് കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു ഞങ്ങളിതുപോലെ മാല ഇടാനായിട്ട് അവിടെ പോയത്. അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ ഷോപ്പിംഗ് സെക്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ മഞ്ചാടിക്കുരു ഗുരുവായൂർന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ലായിരുന്നു. ഈ പ്രാവശ്യം ഫസ്റ്റ് തന്നെ പോയി മഞ്ചാടിക്കുരു മേടിച്ചു. അതിനുശേഷം കുറച്ച് ഷോപ്പിംഗ്, പിള്ളേർക്കുള്ള കുറച്ച് ഐറ്റംസ്. പിന്നെ ഞങ്ങളിത് മഞ്ജുലാലിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം ഞങ്ങൾ വീണ്ടും റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പ്രൈവറ്റ് സ്റ്റാൻഡ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ബസ്സിൽ കയറി. കൊടുങ്ങല്ലൂർ ബസ്സാണ് കിട്ടിയത്. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു.